ഹലോ ഓൾ, ഞങ്ങൾ ഇന്ന് കൊക്കോ പറിക്കാൻ പോവുകയാണ്. ഞാനും ഏട്ടനും ശ്രീക്കുട്ടിയാണുള്ളത്. ഞങ്ങളിങ്ങനെ 3 പേരും വണ്ടിയിൽ കൊക്കോ പറിക്കാനായിട്ട് ഇങ്ങനെ പോവുകയാണ്. റോഡിൽ നല്ല വെള്ളക്കെട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഏട്ടൻ പതിയാണ് വണ്ടി ഓടിക്കുന്നത്. കാരണം സ്പീഡിൽ പോയാൽ നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ 3 പേരും താഴെ ഉണ്ടാവുക. അങ്ങനെ ഞങ്ങൾ കൊക്കോ പറിക്കാനായിട്ടുള്ള വീട്ടിലെത്തി. അവിടെ കട്ട വെച്ചതുകൊണ്ട് നല്ല വൈക്കലി ഉണ്ടായിരുന്നു. ഏട്ടൻ പതിയാണ് വണ്ടി ഓടിച്ച് പോകുന്നത്. ഞങ്ങൾ ഇന്ന് പോയത് മുരളിയേട്ടൻ്റെ വീട്ടിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടുന്ന് 2 സഞ്ചിയൊക്കെ സെറ്റാക്കി. ഇവർ രണ്ടുപേരുമാണ് പറിക്കാൻ പോകുന്നത്. അപ്പോൾ ശ്രീക്കുട്ടി മുരളിയേട്ടൻ്റെ പഴയ വണ്ടിയാണെന്ന് പറഞ്ഞ് കാണിച്ചു തന്നു. നല്ല രസമുണ്ടായിരുന്നു. ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല ഭംഗിയുള്ള വണ്ടിയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൊക്കോ പറിക്കാനായി പോയി. ഏട്ടൻ ബാൻഡൊക്കെ കയറ്റി അവിടത്തേക്ക് ഇറങ്ങുകയാണ്. ചെറിയൊരു ആഴമുള്ള സ്ഥലമാണ്. പതിയെ ഇറങ്ങാണ്. പിന്നാലെ ശ്രീയും ഇറങ്ങി. അങ്ങനെ കൊക്കോ പറിക്കാനുള്ള ദൗത്യം ആരംഭിച്ചു. ഞങ്ങൾക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാമെന്നുള്ള ഇതിലാണ് ഞങ്ങൾ കൊക്കോ പറിക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു. പഴുത്തതും പഴുക്കാൻ പാകമായതും ഉണങ്ങിയതുമായ കുറേ കൊക്കോ ഇതിൻ്റെ മുകളിലുണ്ടായിരുന്നു. അങ്ങനെ ശ്രീ സഞ്ചി പിടിച്ചു. ഏട്ടനിങ്ങനെ പറിച്ചിടുകയാണ്. പിന്നെ ഈ കൊക്കോ പറിക്കാൻ കുറച്ച് റിസ്ക് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ തൊട്ടാലിങ്ങി പോരില്ല. ഇങ്ങനെ തിരിച്ച് തിരിച്ച് പറിക്കണം അത്. അങ്ങനെ അവർ കൊക്കോ പറിക്കുന്ന ദൗത്യത്തിലായി. നല്ല ചോണനുണ്ടായിരുന്നു. ഏട്ടനിങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇങ്ങനെ കടിക്കുന്നുണ്ട്. മേത്തേക്ക് ഇങ്ങനെ വീഴുന്നുണ്ട് ഓരോ കൊക്കോ പറിക്കുന്ന സമയത്തും. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതിങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുതെ ഞാൻ സഞ്ചിയിലേക്ക് നോക്കുമ്പോൾ ചാക്ക് നിറയാനായി. അങ്ങനെ ഞാനൊരു കൊക്കോ ഒക്കെ കയ്യിലെടുത്ത് അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവാണ്. തിരിച്ച് പോകുന്ന വഴിക്ക് നല്ല വെള്ളക്കെട്ടുണ്ട്. എല്ലാവരും ഞങ്ങളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ചാക്കൊക്കെ മുമ്പിൽ വെച്ചാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഓക്കെ, ബൈ ഗൈസ്.